പങ്കജ കസ്തൂരി ആയുർവേദ കോളേജിലാണ് പഠിക്കുന്നത്. എനിക്കിപ്പോഴല്ലേ ആളെ മനസ്സിലായത്. അങ്ങോട്ട് കേറിയില്ല, ഞാൻ സംഭവം ഞാൻ കിടക്കും. ഞാൻ അപ്പൊ എന്താണ് വരേണ്ട ഉദ്ദേശം? ഞാൻ ആസിഫ് സാറിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യും. കോമഡി ഉത്സവത്തിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ചേട്ടൻ വളരെ കുറച്ചുപേര് ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടുള്ളൂ. ഞാൻ അതൊരു പെൺകുട്ടി ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ആറ്റിങ്ങിലാണോ വീട്? അതെ, ഭാസ്കരേട്ടൻ മുളപ്പിന് കണ്ടിട്ടുണ്ട്. ഐ ടോൾഡ് യു വി വർ ഇൻ ബാംഗ്ലൂർ. സോ ക്ലോസ്. കാപ്പി അല്ലെ കോഫി? അയ്യോ, അത് ഭയങ്കര സർപ്രൈസ് ആയില്ല. ഞങ്ങളിത് ശരിക്കും കോമഡി ഉത്സവത്തില് ഇത് കണ്ടപ്പോ എല്ലാരും ഇത് കണ്ടിട്ടുള്ള എല്ലാരും ഞെട്ടി. കുറെ സിനിമാ താരങ്ങളുടെ ശബ്ദമുണ്ട്. ഇനി അടുത്ത ആരാ? വിനയ് ഫോട്ടോ. ചേച്ചിക്കോടാൻ പറ്റോ? വെളുപ്പിന് എഴുന്നേറ്റൊരു 4 കിലോമീറ്റർ ഓടാവും. ഇന്നേക്ക് 14 ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും. അപ്പൊ ജോർജിനെ ഒന്ന് സഹായിക്കണം. ജോർജ് ഇടക്കിടക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു. ഇല്ല സാറ്, വിമൽ സാറിന് നല്ല മനസ്സാണെന്നും വിമൽ സാറിന്റെ കൈ കുറെ പൈസ ഒക്കെ ഉണ്ടെന്നും വിമൽ സാർ നന്നായി ഓടും, ചാടും, നന്നായി പാട്ട് പാടും. പാട്ട് പാടല്ലേ, ഡാൻസ് എന്താ ഡാൻസ് ചെയ്യും. വേറെന്തോ വിട്ടുപോയല്ലോ. വിമൽ സാറിന് തമിഴ്നാട് കുറെ സ്ഥലം കൊണ്ടൊന്ന് പറയാലോ അല്ലേ? ശീലാമേച്ചി. അയ്യോ, ഇവിടെ ഈ ആസിഫ് കൊച്ചൻ വന്നപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചായിരുന്നു. എന്റെ മാത്തുകുട്ടി ചായനുണ്ടായിരുന്നുവെങ്കിൽ അത് ഞാനും ഇതൊക്കെ കണ്ട് സന്തോഷിച്ചേനെ. ഞാൻ കൊണ്ടുവന്ന സർപ്രൈസ് ആറ്റിങ്ങിലാണോ വീട്? ഒന്ന് ആസിഫ് പറയാം. ഒന്ന് പറയാ, ഡയലോഗ് ഒന്ന് പറയാ. ആറ്റിങ്ങിലാണോ വീട്? ആറ്റിങ്ങലാണോ വീട്? സിനിമയിൽ പറഞ്ഞ പോലെ പറയും. പറഞ്ഞോ, ഞാൻ ട്രൈ ചെയ്യാം. ആറ്റിങ്ങിൽ HDFC ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ഭാസ്കരൻ നായർ അറിയോ? ആറ്റിങ്ങൽ HDFC ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ഭാസ്കരൻ നായർ അറിയോ? അത് മാത്രം ആസിഫിന്റെ ഒരു ഗ്രേറ്റ് ഫാനാണ്, ഭയങ്കര വലിയ ഫാനാണ്. എന്താ പറയാനുള്ളത്? ശരിക്കും എന്താ പറയാനുള്ളത്? ഞാൻ വന്നപ്പോ തന്നെ കോളേജിലെ എല്ലാരും ഒരു ഹായ് പറയാൻ പറഞ്ഞു. ഹായ്. എവിടെ? കോളേജിന്റെ പേര് പങ്കജ കസ്തൂരി ആയുർവേദ കോളേജ്, പങ്കജ കസ്തൂരി ആയുർവേദ കോളേജിലെ എല്ലാ സ്റ്റുഡൻസിനും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം നേരിട്ട് മീറ്റ് ചെയ്യാം. നിങ്ങളുടെ കോളേജിൽ ഒരു വണ്ടർഫുൾ ടാലന്റ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി എന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഐ ആം സോ ഓണേർഡ്, ഐ ആം സോ ഹാപ്പി. അപ്പൊ ഇനി ഡബിങ് എന്തായാലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഇനി ഡബിങ്ങിന് എനിക്ക് ഡേറ്റ് ക്ലാസ് വന്നാൽ ഞാൻ വിളിക്ക് പോയി ഡബ് ചെയ്തേക്കണം. ആസിഫിന്റെ അടുത്ത് നിന്നിട്ട് ആസിഫിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റി. എന്താണ്? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ വെച്ച് എന്നെ വോയിസ് ചെയ്യുന്നത്. അതും ഇത്രയും ലൈവായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചേച്ചിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും അഖില ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.